പല മാധ്യമങ്ങളും ചിത്രീകരിക്കുന്ന ഡോക്ടേഴ്സിനെ വളരെ പണക്കാരായി നമ്മൾ വളരെ രസകരമായിട്ട് പറഞ്ഞാൽ നമ്മൾ പണ്ട് നെല്ലിക്ക കഴിച്ചിട്ടുണ്ട്. അപ്പോ ചില അശാസ്ത്രീയമായ ചാനലുകളിൽ ഇങ്ങനെ പറഞ്ഞു നെല്ലിക്ക ജ്യൂസ് കഴിച്ചാൽ വളരെ നല്ലതാണ്. എന്നാൽ എത്ര നെല്ലിക്ക കഴിക്കണം, എങ്ങനെ കഴിക്കണം, അത് പറയാൻ അറിയില്ല. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, ജ്യൂസ് അടിച്ച് കുടിച്ച് കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ആയി അവിടെ വെച്ച് ബില്ല് നമ്മൾ ഈടാക്കിയ നമ്മൾ കുറ്റക്കാരൻ. അവൻ എന്താണ് എസ്തെറ്റിക് ഫിസിഷ്യൻ? അവൻ ആരാണ്? ഒരു ബേസും ഇല്ലാതെ ഒന്നുമില്ലാതെ എസ്തെറ്റിക് ഫിസിഷ്യൻ. അവന്റെ അടുത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ലൈക്കും മറ്റേ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ സ്കിൻ സ്പെഷ്യലിസ്റ്റിനോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജനോ ഒരു വിലയില്ല. അവന്മാർക്ക് അടുത്തപ്പന്മാർ. വെൽക്കം ടു കേരള ഡോക്ടർ ഫയൽസ്. ഈ കുട്ടികളുടെ മാനസികാവസ്ഥ പോലെ ഫാക്കൽറ്റിയുടെ മാനസികാവസ്ഥയും ശരിക്കും പരിശോധിക്കപ്പെടണം. തീർച്ചയായിട്ടും വേണം. അവർക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് ശരിക്കും കുട്ടികളുടെ പഠനത്തിന്റെ ക്വാളിറ്റിയെ ബാധിക്കും. എപ്പോഴും ആക്രമണ മനോഭാവത്തോടു കൂടിയാണ് പലപ്പോഴും പൊതുജനങ്ങൾ നമ്മുടെ യുവ ഡോക്ടർമാരുടെ മുമ്പിലേക്ക് എത്തുന്നത്. അതിൻ്റെ അകത്ത് വലിയൊരു പങ്ക് മാധ്യമങ്ങൾക്കില്ലേ? അതേപോലെ അതിനെക്കുറിച്ച് പറയുമ്പോൾ പല മാധ്യമങ്ങളും ചിത്രീകരിക്കുന്ന ഡോക്ടേഴ്സിനെ വളരെ പണക്കാരായി നമ്മുടെ അടുത്തൊരു പേഷ്യന്റ് വരുമ്പോൾ അവരുടെ മാക്സിമം പൈസ എങ്ങനെ ഈടാക്കാം എന്നാണ് പല സിനിമകളിലും മൂവീസിൽ ഉൾപ്പെടെ നമ്മളെ ചിത്രീകരിക്കുക. അത് അതിൻ്റെ അകത്ത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാണിക്കുന്നത് മുഴുവൻ മണിമാളികകളും റോൾസ് റോയ്സും അല്ലെങ്കിൽ BMW കാറുകളും ഉള്ള ഡോക്ടർമാർ. അതായത് ഒരു രോഗി ഒരു ഡോക്ടറുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവന് പൈസ ഇല്ലെങ്കിൽ നിനക്ക് ഇവിടെ ചികിത്സയില്ല എന്ന് പറയുന്നത്. എന്നാൽ നമുക്കൊരു 2 രൂപ ഡോക്ടർ ഉണ്ടായിരുന്ന 2 രൂപയും 5 രൂപയും 10 രൂപയും ഡോക്ടർമാരുണ്ട്. ഹൈലൈറ്റ് ചെയ്യുന്നില്ല അല്ലെ? അത് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സ്കോപ്പില്ല. അതിന് സ്കോപ്പില്ല. ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പത്തെ ഒരു മിഡിൽ ക്ലാസ് ഡോക്ടേഴ്സ് സഫർ ചെയ്യുന്നവരാണ് അല്ലേ? ശരിക്കും സഫർ ചെയ്യുന്നത് എല്ലാ ഇപ്പത്തെ മിഡിൽ ക്ലാസ് ഫാമിലിയുടെയും ഒരു സ്വപ്നമാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഫാമിലിയുടെ സ്വപ്നമായിരുന്നു നമ്മളൊരു ഡോക്ടറാക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, പ്രൊഫഷണൽ കോഴ്സുകളിൽ അതും MBBS തിരിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരായിരുന്നു നമ്മുടെ മാതാപിതാക്കന്മാർ. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എത്തിയതും. പിന്നെ മാത്രമല്ല നമുക്ക് ഒരു ഉള്ളിൽ ഒരു പാഷൻ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ്. നമ്മള് സാധാരണക്കാരെ പിഴിഞ്ഞ് കുറച്ച് കാശ് കൊണ്ടുപോയി കെട്ടുക, അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ 99% ഡോക്ടേഴ്സും മനീഷ് ഇപ്പത്തെ യുവ ഡോക്ടർ 30 മുതൽ 40 വയസ്സിന്റെ ഇടയ്ക്കുള്ള ഇഷ്ടം പോലെ കഴിവുള്ള ഏറ്റവും സൂപ്പർ ഹീറോസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എന്ന് നമുക്ക് പറയേണ്ടി വരും. സൂപ്പർ ഹീറോസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അവരെന്ത് മണി മൈൻഡഡ് ആണ്? ഒന്നുമില്ല. എന്ത് മണി മൈൻഡഡ് ആണ്? നമുക്ക് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അല്ലെ? നമ്മൾ ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് EMI-കള്, നമ്മുടെ കുട്ടികളുടെ സാധാരണ ജനങ്ങൾക്കുള്ളതുപോലെ നമുക്ക് എല്ലാം ഡോക്ടേഴ്സ് അവരെ പോലാണ്. അത് അത്രയേ ഉള്ളൂ. എല്ലാവിധ സംഗതികളും നമുക്കുണ്ട്. അതുപോലെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയകളുടെ അമിതമായ, അത് എല്ലാ സോഷ്യൽ മീഡിയ അല്ല, തീർച്ചയായിട്ടും പൊതുജനങ്ങളെ സ്വാധീനിക്കുന്നു. വളരെ രസകരമായിട്ട് പറഞ്ഞാൽ നമ്മൾ പണ്ട് നെല്ലിക്ക കഴിച്ചിട്ടുണ്ട്. അപ്പോ ചില അശാസ്ത്രീയമായ ചാനലുകളിൽ ഇങ്ങനെ പറഞ്ഞു നെല്ലിക്ക ജ്യൂസ് കഴിച്ചാൽ വളരെ നല്ലതാണ്. എന്നാൽ എത്ര നെല്ലിക്ക കഴിക്കണം, എങ്ങനെ കഴിക്കണം, അത് പറയാൻ അറിയില്ല. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, ജ്യൂസ് അടിച്ച് കുടിച്ച് കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ആയി അവിടെ വെച്ച് ബില്ല് നമ്മൾ ഈടാക്കിയ നമ്മൾ കുറ്റക്കാരൻ. ഞാൻ വേറെ ഒരു സംഭവം കൂടി ഉണ്ട്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ് കുറെ അവന്മാർ വന്നിട്ടുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് നീറ്റ് പഠിച്ച് MBBS എടുത്തു. അത് കഴിഞ്ഞ് അവസരം കഷ്ടപ്പെട്ട് ചെയ്ത് നീറ്റ് PG എടുത്തു. നീറ്റ് PG കഴിഞ്ഞിട്ട് വേണം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആവാൻ. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആയി കഴിഞ്ഞിട്ട് വീണ്ടും ഇത് നീറ്റ് SS ഉണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി നീറ്റ് ഉണ്ട്. അതും കഴിഞ്ഞിട്ടാണ് ഒരുവൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടറാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇത്രയും ക്വാളിഫൈഡ് ആയി എൻ്റെ ജീവിതത്തിലെ 17 കൊല്ലം ഞാൻ സമൂഹത്തിന് വേണ്ടി, പഠനത്തിന് വേണ്ടി ഞാൻ വിനിയോഗിച്ചു. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാനെന്ന് മുന്നിലേക്ക് വരുമ്പോൾ അവിടെ ചില സോഷ്യൽ മീഡിയ ഡോക്ടേഴ്സ് ഇത് നാടി പിടിച്ച് ഇവിടെ നോക്കിയിട്ട് നാടി പിടിച്ച് എന്തൊക്കെ നോക്കണമെന്നും എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളതൊക്കെ ആധുനിക വൈദ്യശാസ്ത്രം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ചില അവന്മാര് നാടി പിടിച്ചു നോക്കിയിട്ട് L4 L5 കശേരുവിന്റെ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, അല്ലേ മനുഷ്യ? ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് പ്രബുദ്ധരാണ് മലയാളികൾ, അതിൻ്റെ അകത്തൊരു സംശയമില്ല. പക്ഷെ എന്താണെന്നറിയാമോ, മലയാളികൾക്ക് ഉൾപ്പെടുന്ന മലയാളികൾ എപ്പോഴും നോർത്ത് ഇന്ത്യ നോക്കി
ചിരിക്കുന്നവരാണ് പലരും, തീർച്ചയായിട്ടും എല്ലാവരും അല്ല, ചിലർ. പക്ഷെ മനസ്സിലാക്കേണ്ടത് ആ ഒരു അവസ്ഥ ഇവിടെയെങ്കിലും കുറച്ച് ആൾക്കാരിലെങ്കിലും ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി. ഇതുപോലെയുള്ള കള്ളന്മാരുടെയും കപടന്മാരുടെയും വ്യാജന്മാരുടെയും ഇടത്തേക്ക് ബുദ്ധിമാന്മാരായ മലയാളികൾ ചെന്ന് കേറിയിട്ട് അത് വളരെ നല്ലതാണെന്നും ആധുനിക വൈദ്യശാസ്ത്രം ഏറ്റവും മോശമാണെന്നും ചിത്രീകരിക്കുന്ന ആ മെന്റാലിറ്റി ഉണ്ടല്ലോ. കഷ്ടപ്പെട്ടതാണ്, ബുദ്ധി മാത്രമല്ല. MBBS അത് ബുദ്ധി മാത്രം മതിയോ മനുഷ്യൻ? അല്ല, കഷ്ടപ്പാടാണ് അല്ലെ. അവന് പാഷനേറ്റ് ആയിരിക്കണം, പെർസിസ്റ്റൻസ് ആയിരിക്കണം അല്ലെ. രണ്ട് കാര്യങ്ങൾ. ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഈ സാധനം ഇതാക്കാൻ പറ്റുള്ളൂ. അവൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട്, അല്ലാതെ വലിയ ആവറേജ് ബുദ്ധി വെച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ ഒരു ഡോക്ടർ ആവുന്നത്, അല്ലാതെ അവന്റെ വലിയ തല ഉണ്ടായിട്ടില്ല. ഇത് കാണുമ്പോൾ പ്രശ്നങ്ങൾ വരും. കാരണം ഇതിൽ 90% രോഗങ്ങളെ കുറിച്ചും അതിന്റെ സിംറ്റംസിനെ കുറിച്ചും ഓൾറെഡി നോട്ടഡ് ആണ്, റെക്കോർഡഡ് ആണ്. നമ്മളിത് പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് കടന്നു വരുന്നത്. തീർച്ചയായിട്ടും. വെറുതെ കിഴക്ക് ദിശയിലേക്ക് നോക്കി അല്ലെങ്കിൽ നാടിയിലേക്ക് പിടിച്ച് പറയാൻ പറ്റുമെന്നുള്ളത് അല്ല. ഇതിൻ്റെ അകത്ത് പറയുമ്പോഴേ ഈ ഇത്രയും സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള നമ്മുടെ ഡെർമറ്റോളജിസ്റ്റുകൾ നിൽക്കുമ്പോഴാണ് ഏതെങ്കിലും ഒരു തന്നെ അവൻ എന്താണ് എസ്തെറ്റിക് ഫിസിഷ്യൻ. അവൻ ആരാണ്? ഒരു ബേസും ഇല്ലാതെ ഒന്നുമില്ലാതെ എസ്തെറ്റിക് ഫിസിഷ്യൻ. അവന്റെ അടുത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ലൈക്കും മറ്റേ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ സ്കിൻ സ്പെഷ്യലിസ്റ്റിനോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജനോ ഒരു വിലയില്ല. അവന്മാർക്ക് അടുത്തർപ്പന്മാരും. ഇതുപോലെയുള്ള വൃത്തികെട്ട മെന്റാലിറ്റി. ഒന്നാമത് എനിക്ക് മനസ്സിലായിട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഒന്ന് അസൂയയും, രണ്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഇനി പച്ചയായ യാഥാർത്ഥ്യമാണ്, അതിൻ്റെ അകത്ത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ ഒരു രണ്ട് സംഭവങ്ങളാണ് മലയാളികൾ മറന്നു പോകുന്നത്. ഈ ഹർത്താൽ അല്ലെങ്കിൽ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ സ്വന്തം വീട്ടുകാരെ പോലും മറന്ന് ഡ്യൂട്ടി എടുക്കുന്നവരാണ് ആരോഗ്യ പ്രവർത്തകർ. ഇത്രയും നല്ല ആരോഗ്യ സംവിധാനം, ലോകത്തിൽ തന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ആരോഗ്യ സംവിധാനം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഇത്രയും നല്ല ഫെസിലിറ്റീസ് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിനെ പുച്ഛിച്ച് തള്ളുമ്പം അത് നടക്കില്ല മനുഷ്യരെ. അതിനെ നമ്മൾ അങ്ങേയറ്റം വെറുക്കുന്നു, എതിർക്കുന്നു. അത് ഒരിക്കലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആരോഗ്യരംഗത്തെ മായം ചേർക്കല്. ഇതിൽ ഡോക്ടേഴ്സിന് ഒരു മുഖ്യമായ പങ്കുണ്ട്. തീർച്ചയായിട്ടും. പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു കുറച്ച് ഡോക്ടേഴ്സ്. നമ്മൾ പ്രതികരണ ശേഷി ഉണ്ട് മനുഷ്യൻ. എങ്ങനെയാണെന്നറിയോ? നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, MBBS കാലഘട്ടത്തിൽ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ പഠിക്കും. നമ്മൾ MD എടുക്കും. MDക്ക് നമ്മൾ പറയുമ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ കുറച്ചും കൂടെ പഠിക്കും, DM എടുക്കും. ഇനിയും പ്രശ്നം വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും മനുഷ്യൻ? ഇനി വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ രാജ്യം വിടാം, പഠിച്ചോടത്തോളം മതി, ഇനി നമുക്ക് രാജ്യം വിടാം. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് MBBS കഴിഞ്ഞിറങ്ങുന്നതിൽ 50% യുവ ഡോക്ടേഴ്സും പുറത്തേക്കാണ് ശ്രമിക്കുന്നത്. എന്തിനാണ് ഇവിടെ നിന്നിട്ട് ഇതേപോലെ MBBS ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണ്. കാരണം ഇവർക്കൊരു പനി വന്ന ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡയറക്റ്റ് ആയിട്ട് കാണിക്കാം. തീർച്ചയായിട്ടും. യൂറോപ്പിലോ കാനഡയിലോ ഇത് നടക്കും? ഇല്ല, ഒരിക്കലും നടക്കില്ല. അവര് ഫസ്റ്റ് പോയി അപ്പോയിന്റ്മെന്റ് എടുത്ത് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറെ കാണണം. അതെ. എന്നിട്ട് മാത്രമേ അവർക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി, ചിലപ്പോൾ 3 മാസം 4 മാസം ഒക്കെ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയാണോ? തലവേദന ഉണ്ട്, 5 മിനിറ്റ്, ആരെയാ? ന്യൂറോളജിസ്റ്റിനെ കാണാം. ചെറിയൊരു നെഞ്ചുവേദന, ഗ്യാസാവാം, ഒന്നും വേണ്ട, നേരെ കാർഡിയോളജിസ്റ്റിനെ പോയി കാണാം. ഇത്രയും നല്ലൊരു സിസ്റ്റം ലോകത്ത് വേറെ ഇല്ല മനുഷ്യ, വേറെ ഇല്ല. ഇത് 100%, 101% നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇതേപോലെ ഒരു സിസ്റ്റം ലോകത്ത് വേറെ ഇല്ല. അത് എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം? അതേപോലെ കേരളം നമ്പർ 1 ആണ്. അതെ. ഈവൻ പഠിച്ചിറങ്ങുന്ന ഡോക്ടേഴ്സിന് ഏറ്റവും സേഫ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാക്കി കേരളം മാറ്റാം. അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മുടെ മലയാളികൾ പ്രബുദ്ധരാണെന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ MBBS എന്നുള്ള ഒരു സ്കോപ്പ് ഉള്ള ഒരു കോഴ്സ് തന്നെയാണ്. തീർച്ചയായിട്ടും. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് കേരളത്തിൽ സർവൈവ് ചെയ്യാം. ഇത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ ഇവരിവിടെ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന വലിയ വിപത്താണ്. അൺക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ഒരുപാട് പേര് കയറുന്നുണ്ട്. കൂടുതലും തപാൽ ഡിഗ്രി എടുത്ത. ഇതിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ തപാൽ ഡിഗ്രി കൂടുതൽ യൂട്യൂബിലൂടെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. വീട്ടമ്മമാര് സിംറ്റംസ് കേട്ടിട്ട് എനിക്ക് ക്യാൻസർ ആണ്, OP വന്നിരുന്ന അവര് തന്നെയാണ് പറയുന്നത്. ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു എന്നോട്, എനിക്ക് ഇവിടെ ഒരു ചെറിയ മുഴ വന്നാൽ അല്ലെ പനി വന്നാൽ അത് ക്യാൻസർ ആണ്. അവര് തന്നെ ഡയഗ്നോസ് ചെയ്യുകയാണ്. അപ്പം ആ ഒരു സമൂഹത്തിന്റെ ഹെൽത്ത് ക്വാളിറ്റി എന്നുള്ളത് വളരെ അറിയാത്തതല്ല മനുഷ്യ. നമ്മുടെ മലയാളികൾക്ക് ഡിഗ്രീസ് അറിയാത്തതല്ല. ഇത് മനഃപൂർവ്വം ഞങ്ങൾ പറ്റിച്ചോളൂ എന്ന് പറഞ്ഞ് ഇരുന്നു കൊടുക്കുന്ന ഒരു ജനതയായിട്ട് മാറുന്നു. അത് തികച്ചും അവോയ്ഡബിൾ ആണ്. കാണുമ്പോൾ നമുക്ക് സങ്കടം വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ കഷ്ടപ്പാടുകളെ കുറിച്ചല്ല പറയുന്നത്. ഇത്രയും ഫെസിലിറ്റീസ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഈ വ്യാജന്മാരുടെ അടുത്തേക്ക് പോകുന്നു എന്നുള്ള ഒരു പരിവേദനം മാത്രം, അത്രേ ഉള്ളൂ.
ഇനി എങ്ങനെ മനീഷെ നമുക്ക് പിന്നെ ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറച്ചും കൂടെ നന്നായിട്ടാക്കാം? ഏകദേശം 75,000-ഓളം ഡോക്ടേഴ്സ് ഇന്ന് കേരളത്തിലുണ്ട്. 75,000 ഡോക്ടേഴ്സ് ഉണ്ടെന്ന് വെക്കുക, അതിൽ കൂടുതലേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഏകദേശം 10% താഴെ മാത്രമേ ഗവൺമെന്റിൽ ഡോക്ടേഴ്സ്, അതായത് പറയുമ്പം മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം, മെഡിക്കൽ കോളേജുകൾ, താലൂക്ക് ആശുപത്രികൾ, DHS, അതായത് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ്, പിന്നെ NRHM, NHM, അങ്ങനെയുള്ള എല്ലാ മേഖലകളും, ഇപ്പോൾ പിന്നെ പൊതു ആരോഗ്യരംഗം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ടുള്ള എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 7,000 മാക്സിമം, അത്ര വരുമെന്ന് അറിയില്ല, ഞാനൊരു അർബിട്രറി കണക്ക് അതിന്റെ കുറയേ ഉള്ളൂ. ഇതിൽ നിന്നും ഒരു 50% നമ്മൾ ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഏകദേശം 75,000 ഒരു 40,000 ഡോക്ടേഴ്സ് നമ്മുടെ പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അപ്പൊ പറയുമ്പോൾ ഇത്രയും വലിയൊരു മാസീവായിട്ടുള്ള ഒരു പിന്നെ ചെലവ് നമ്മുടെ ഗവൺമെന്റിന് താങ്ങാനാവില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് വരും. മാറ്റാം, നമുക്ക് ചെയ്യാം. കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത്, ഈ ഇത്രയും ഒരു പാവയ്ക്ക പോലെ കിടക്കുന്ന നമ്മുടെ ഈ സംസ്ഥാനത്ത് ഏറ്റവും നല്ല, ലോകത്തിലെ ഏറ്റവും നല്ല ഹെൽത്ത് ഹബ്ബായിട്ട്, ഹെൽത്ത് ടൂറിസം, ഹെൽത്ത് ഹബ്ബായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. കാരണം അത്രയും ആൾക്കാര്, ക്വാളിഫൈഡ് പേഴ്സൺസ് ഇതുപോലെ ലോകത്തില്ല. നമ്പർ ഓഫ് മെഡിക്കൽ കോളേജിനെക്കാൾ മെഡിക്കൽ കോളേജിന്റെ ക്വാളിറ്റി കൂട്ടുക, അല്ലെങ്കിൽ ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഓൾറെഡി ഇപ്പൊ എല്ലാ ജില്ലകളിലും ഇപ്പൊ മെഡിക്കൽ കോളേജ് ആയി. അതങ്ങനെ നോക്കട്ടെ, 14 ജില്ലകളിൽ ഇപ്പൊ മെഡിക്കൽ കോളേജ് ആയി. ഇപ്പൊ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഭയങ്കരമായ തിരക്കുകളാണ് ഓരോ മെഡിക്കൽ കോളേജിലുള്ളത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇത് പറയുകയാണെങ്കിൽ തിരുവനന്തപുരം 3 പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജാണ് കേരളത്തിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തിരുവനന്തപുരം, കോഴിക്കോട്, പിന്നെ കോട്ടയം. ഇവിടത്തെ തിരക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ടുള്ള തിരക്കുകളാണ്. നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊരു കൊളോസലാണ് വളരെ വലിയ രീതിയിൽ അതിന് ഡെവലപ്പ് ചെയ്യുക. അതായത് ലോകത്തിലുള്ള ഏറ്റവും നല്ല ആ ഹെൽത്ത് ഫെസിലിറ്റി ഏറ്റവും പാവപ്പെട്ട രോഗിക്ക് പോലും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം. കാരണം അത് കൊടുക്കാൻ പറ്റുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ നമ്പർ നമുക്കുണ്ട്. നമുക്ക് ഫെസിലിറ്റി മാത്രം മതി. അപ്പൊ ചോദിക്കും, ഇത് എങ്ങനെയാ ഈ ചെലവുകൾ നമ്മൾ എങ്ങനെ വഹിക്കും എന്നുള്ളത്. തീർച്ചയായിട്ടും മനീഷേ, നമ്മൾ ഇതിനൊരു ഇന്റർനാഷണൽ ഹെൽത്ത് ഹബ് ആക്കി കഴിഞ്ഞാൽ, ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാർഡിയക് സർജറിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ പ്രശ്നങ്ങൾക്കോ ഏറ്റവും ചെലവ് കുറവായിട്ടുള്ള, കമ്പാരിറ്റീവ്ലി ഏറ്റവും ചെലവ് കുറവ് കേരളത്തിലല്ലേ? ഇപ്പം അമേരിക്കയിലോ അല്ലെങ്കിൽ പിന്നെ ആൾക്കാര് ചികിത്സക്ക് വരുന്നുണ്ടല്ലോ, ഗൾഫിൽ നിന്ന് വരുന്നുണ്ടല്ലോ, അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ടല്ലോ. ചില ആൾക്കാർ ഇവിടുന്ന് അമേരിക്കയിലേക്ക് പോകുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ കുറവ് കൊണ്ടല്ല, അത് വേറെ കാരണങ്ങളായിരിക്കാം. പക്ഷെ അത് നമ്മുടെ വിഷയമല്ല. തീർച്ചയായിട്ടും നമ്മുടെ വിഷയമല്ല. അത് വരുന്നുണ്ടല്ലോ, നമുക്ക് ഇതിനെ അങ്ങനെ ആക്കിയെടുക്കാം. ഈ ഒരു ഇന്റർനാഷണൽ ഹെൽത്ത് ഹബ്ബാക്കി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കിട്ടുന്ന വരുമാനം നമുക്ക് നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. എൻ്റെ സ്വപ്നമാണ് മനീഷേ, ഏറ്റവും താഴെക്കടയിലുള്ള നമ്മുടെ ഒരു രോഗിക്ക് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പിന്നെ ഹെൽത്ത് കെയർ കൊടുക്കാൻ പറ്റണം. അത് പബ്ലിക് സെക്ടറിനെ പറ്റുള്ളൂ മനീഷേ, അത് പബ്ലിക് സെക്ടറിനെ പറ്റുള്ളൂ. കാരണം ഒരു IP അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാരിദ്ര്യത്തിനും സമ്പന്നതയ്ക്കും ഇടയിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ മതി എന്നുള്ളതാണ് അതിന്റെ കൺസെപ്റ്റ്. ചില ആൾക്കാർക്ക് ഇൻഷുറൻസിന്റെ പ്രശ്നങ്ങൾ, കേരളത്തിൽ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഹെൽത്ത് ടൂറിസം വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ചില ഹോസ്പിറ്റലുകൾ വളരെ ഒരു നിശ്ചിത എമൗണ്ട് അല്ലെങ്കിൽ നിശ്ചിത അളവ് പാവപ്പെട്ട രോഗികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവർക്കുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ടും എല്ലാം ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ സ്റ്റിൽ ഒരു മിഡിൽ ക്ലാസ് ഒരു കോമണറിനെ പറ്റി സംബന്ധിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യ ഒരു ഡോക്ടറെ തന്നെ വേണം, വേറെ ഒന്നും വേണ്ട. എനിക്ക് എന്തെങ്കിലും ഒരു സ്ട്രോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂയോ സംബന്ധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇൻഷുറൻസ് ഇല്ല എങ്കിൽ അതിന്റെ ചെലവ് മാസീവാണ്. എങ്ങനെ നമുക്കത് അപ്പൊ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എപ്പോഴും ഏതാണ്? പബ്ലിക് സെക്ടറാണ്. വീണ്ടും കാണാം. പിന്നെ അടുത്ത എപ്പിസോഡുകളിൽ നല്ല പുതിയ വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം.